ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത അത് വനിതാ പ്രീമിയർ ലീഗിൽ എലിമിനേറ്റർ മത്സരം നടക്കുന്നുവെന്നതാണ്. നമുക്കറിയാം, കടുത്ത മത്സരങ്ങൾ നിറഞ്ഞ ഒരു സീസൺ ആയിരുന്നു ഇത്. അതിപ്പോൾ എലിമിനേറ്ററിൽ എത്തിയിരിക്കുന്നു. എലിമിനേറ്ററിൽ ഗുജറാത്ത് ജയന്റ്സും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള നിർണായക പോരാട്ടമാണ് ഇന്ന്. ലീഗ് ഘട്ടത്തിൽ 2 തവണ ഗുജറാത്ത് ജയന്റ്സിനോട് ഡൽഹി തോറ്റിരുന്നു. അതുകൊണ്ട് ഫൈനലിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഡൽഹിക്ക് ഇന്ന് ജയിച്ചേ മതിയാകൂ. ജയിച്ചാൽ ഡൽഹിയുടെ തുടർച്ചയായ 4ാം ഫൈനലായിരിക്കും ഇത്. ഗുജറാത്ത് ജയന്റ്സ് എലിമിനേറ്ററിൽ എത്തുന്നത് മുംബൈ ഇന്ത്യൻസിനെ കീഴടക്കി 2ാം സ്ഥാനത്തോടെയാണ്. വഡോദരയിലെ കോട്ടമ്പി സ്റ്റേഡിയത്തിലായിരുന്നു അവസാന 4 മത്സരങ്ങൾ. അതിൽ 2 ടീമുകളും 3 വിജയങ്ങൾ വീതം സ്വന്തമാക്കിയിരുന്നു. അതിന്റെ ആത്മവിശ്വാസം ഇരു കൂട്ടർക്കുമുണ്ട്. പിന്നെ ഒരു വിമർശനമുള്ളത്, ഡൽഹിയെ സംബന്ധിച്ച് അവർക്ക് ടീമിലെ എല്ലാ താരങ്ങളുടെയും സംഭാവന വലുതാണെങ്കിൽ ഗുജറാത്ത് ചില താരങ്ങളെ മാത്രം ആശ്രയിക്കുന്നുവെന്നതാണ്. സോഫി ഡിവൈന്റെ കാര്യത്തിൽ അത് നമ്മൾ കണ്ടതാണ്. സോഫി ഡിവൈന്റെ പ്രകടനം അത് ഡിവൈൻ മാജിക് തന്നെയാണെന്നതിൽ സംശയമൊന്നുമില്ല. സോഫിയോട് പിടിച്ചു നിൽക്കാൻ ഡൽഹി പാടുപെടുന്നതൊക്കെ നാം കണ്ടതാണ്. എന്തായാലും ഇന്ന് 7:30 വഡോദര സ്റ്റേഡിയത്തിൽ നടക്കുന്ന പോരാട്ടം അത് നിർണായകമാണ്. ഡൽഹിക്ക് മറുപടി നൽകാനാകുമോ അതോ ഡിവൈൻ വീണ്ടും മാജിക് സൃഷ്ടിക്കുമോ എന്നതാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ജയിക്കുന്നവർ വ്യാഴാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. മറ്റൊരു വാർത്ത, സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് കേരളം ആതിഥേയരായ അസമിനെ നേരിടുകയാണ്. സെമി ഫൈനൽ മാത്രം ലക്ഷ്യമിട്ടാണ് കേരളം ഇറങ്ങുന്നത്. അപരാജിതരായിട്ടാണ് കേരളം ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടിയത്. എന്നാൽ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ സർവീസസിനോട് കേരളം തോറ്റിരുന്നു. അതിന്റെ കുറച്ച് ക്ഷീണം ടീമിനുണ്ട്. അസം ആകട്ടെ ഗ്രൂപ്പ് എയിൽ 4ാം സ്ഥാനക്കാരായാണ് കടന്നുകൂടിയത്. സിലാപത്തർ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മുതലാണ് കളി. ഇന്ന് മറ്റു ക്വാർട്ടർ മത്സരങ്ങളിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗാളിനെ മുൻ ജേതാക്കളായ സർവീസസും പഞ്ചാബിനെ തമിഴ്നാടും രാജസ്ഥാനെ റെയിൽവേസും നേരിടുന്നുണ്ട്. അടുത്തതായി നമുക്കറിയാം, T20 ലോകകപ്പ് നടക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായുള്ള വാമപ്പ് മത്സരങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം തിലക് വർമ്മയുടെ തിരിച്ചുവരവാണ്. നവി മുംബൈയിലെ DY പാട്ടീൽ സ്പോർട്സ് അക്കാദമിയിൽ ഇന്ത്യ USA പരിശീലന മത്സരം നടന്നിരുന്നു. അതിലാണ് തിലക് വർമ്മ ആദ്യ മത്സരത്തിന് ഇറങ്ങിയത്. ടെസ്റ്റിക്കുലർ ടോർഷൻ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ആദ്യ മത്സരത്തിൽ തന്നെ മികച്ച ഫോമും ഫിറ്റ്നസും തെളിയിച്ചിരിക്കുകയാണ് തിലക് വർമ്മ. 24 പന്തിൽ 38 റൺസാണ് തിലക് നേടിയിരിക്കുന്നത്. 3 ഫോറുകളും 2 സിക്സറുകളും ഉൾപ്പെടുന്നതാണ് ഇന്നിംഗ്സ്. തിലകിന്റെ ഇന്നിംഗ്സിന് പുറമെ നാരായൺ ജഗദേശിന്റെ തകർപ്പൻ സെഞ്ചുറിയും ഇന്ത്യ എക്ക് കരുത്തായിട്ടുണ്ട്. 55 പന്തിൽ 104 റൺസാണ് ജഗദീശൻ നേടിയത്. എന്തായാലും 239 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ USA 200 റൺസിന് ഓൾ ഔട്ട് ആയിട്ടുണ്ട്. അതൊക്കെ അവിടെ മാറ്റി നിർത്തിയാൽ T20 ലോകകപ്പിൽ ഇന്ത്യ പാക് മത്സരം ഉണ്ടാകുമോ? അതാണ് ഇപ്പോൾ നമുക്ക് അറിയേണ്ട ഒരു കാര്യം. ഗ്രൂപ്പ് എയിൽ ആദ്യ ഇന്ത്യ പാക് മത്സരം നടക്കുന്നത് ഫെബ്രുവരി 15-നാണ്. ഈ മത്സരം പാകിസ്ഥാൻ കളിക്കില്ലെന്നാണ് കഴിഞ്ഞ ദിവസം പാക് സർക്കാർ പ്രഖ്യാപിച്ചത്. അതേസമയം അവർ ടൂർണമെന്റിൽ പങ്കെടുക്കുകയും മറ്റു മത്സരങ്ങളും കളിക്കുകയും ചെയ്യുമത്രേ. പക്ഷേ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് 2 ദിവസമാകാൻ പോകുന്നു. എന്നാൽ ഇതുവരെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് മത്സരം ബഹിഷ്കരിക്കുന്ന കാര്യം ICCയെ അറിയിച്ചിട്ടില്ല. ICCക്ക് ഔദ്യോഗിക മെയിലൊന്നും അയക്കേണ്ടെന്നാണ് PCBയുടെ തീരുമാനം. ICC ആകട്ടെ ഇവരുടെ അടുത്ത് നിന്ന് ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിന് കാത്തിരിക്കുകയാണ്. കാരണം ICCക്ക് എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെങ്കിൽ അത് PCBയിൽ നിന്നും ഔദ്യോഗിക അറിയിപ്പ് ലഭിക്കണം. അതേസമയം ഫെബ്രുവരി 15-ലെ മത്സരത്തിനായി ഇന്ത്യ കൊളംബോയിലേക്ക് പോകുമെന്ന് BCCയുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സംഭവിക്കുക ഇതായിരിക്കും: ഇന്ത്യൻ ടീം കൊളംബോയിലെത്തും. മത്സരത്തിന് മുമ്പുള്ള വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കും. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ടോസിനായി ഗ്രൗണ്ടിൽ ഹാജരാകും. പാക് ക്യാപ്റ്റൻ സൽമാൻ അലി ആഗ ടോസിന് ഹാജരായില്ലെങ്കിൽ മാച്ച് റഫറി ഇന്ത്യക്ക് വോക്കോവർ നൽകും. ഇന്ത്യക്ക് 2 പോയിന്റ് ലഭിക്കുകയും ചെയ്യും. മത്സരത്തിനായി ഇന്ത്യ കൊളംബോയിലേക്ക് പോയില്ലെങ്കിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഓരോ പോയിന്റും ലഭിക്കും. ഇനി ഇത് മാത്രമല്ല, ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിച്ചാൽ പാകിസ്ഥാനെതിരെ ICC കടുത്ത നടപടികൾ സ്വീകരിക്കാനും സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിലക്കടക്കം ഏർപ്പെടുത്തിയേക്കും. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോഴും നാടകീയത തുടരുകയാണ്. വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി നമ്മുടെ സഞ്ജു സാംസണിന്റെ കാര്യമാണ്. ലോകകപ്പ് ഇങ്ങനെ അടുത്തു വരുമ്പോൾ സഞ്ജുവിന്റെ പ്രകടനം സംബന്ധിച്ച ആശങ്കയും ഉയർന്നു വരികയാണ്. സഞ്ജു പ്ലേയിങ് 11-ൽ ഉണ്ടാകുമോ? അതാണ് ഇപ്പോൾ ആരാധകരുടെ ആശങ്ക. സഞ്ജുവിന് ലഭിക്കുന്ന ഓരോ അവസരവും ഇപ്പോൾ പരീക്ഷണമാണെന്ന് പറയേണ്ടി വരും. കഴിവും പ്രതിഭയും സ്വാഭാവികമായ ഷോട്ട് പ്ലേയും ഒക്കെയുള്ള ഒരു ബാറ്റ്സ്മാനാണ് സഞ്ജു എന്നതിൽ ആർക്കും ഒരു സംശയമില്ല. പക്ഷേ അടുത്ത കാലത്ത് സഞ്ജുവിന്റെ ഫോം സംബന്ധിച്ച ആരാധകർ ആശങ്കയിൽ തന്നെയാണ്.
വളരെ വൈകിയാണ് ലോകകപ്പ് ടീമിൽ വിക്കറ്റ് കീപ്പർ ഓപ്പണർ എന്ന നിർണായക റോളിൽ സഞ്ജുവിന് ഇടം കിട്ടിയത്. പക്ഷേ അതിനുശേഷം കിവീസിനെതിരായ T20 പരമ്പരയിലെ സഞ്ജുവിന്റെ പ്രകടനം അത് തീർത്തും നിരാശാജനകമായിരുന്നു. 5 മത്സരങ്ങളിൽ നിന്ന് സഞ്ജു നേടിയത് ആകെ 46 റൺസ്. അതിൽ ഏറ്റവും ഉയർന്ന സ്കോറാകട്ടെ വിശാഖപട്ടണത്ത് നേടിയ 24 റൺസും. അതേസമയം 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ടീമിലെത്തിയ ഇഷാൻ കിഷനൊക്കെ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം തിരിച്ചെത്തിയ തിലക് വർമ്മ മികച്ച ഫോമിലാണെന്നത് നാം ഇപ്പോൾ കണ്ടു. മാത്രമല്ല കാര്യവട്ടത്തെ T20യിൽ കീപ്പർ റോളിൽ ഇറങ്ങിയത് ഇഷാൻ കിഷനാണ്. ഇതോടെ വിക്കറ്റ് കീപ്പർ ഓപ്പണർ സ്ഥാനം സഞ്ജുവിൽ നിന്ന് ഇഷാൻ കിഷനിലേക്ക് മാറ്റപ്പെടുമോ എന്നതാണ് ആരാധകരുടെ മറ്റൊരാശങ്ക. എന്തായാലും ടീം മാനേജ്മെന്റ് ഇപ്പോഴും സഞ്ജുവിന് പിന്തുണ നൽകുന്നുണ്ടെന്നാണ് അറിവ്. പക്ഷേ പല മുൻ താരങ്ങളും പറയുന്നത് ലോകകപ്പ് പ്ലേയിങ് 11-ൽ സഞ്ജുവിന് ഇടം ലഭിക്കില്ലെന്നാണ്. സഞ്ജുവിന്റെ പ്രശ്നം ആത്മവിശ്വാസക്കുറവാണെന്നും റിസ്ക് എടുക്കാൻ കഴിയില്ലെന്നും ഒക്കെയാണ് സുനിൽ ഗവാസ്കർ പറയുന്നത്. എന്തായാലും ഫോം പ്രശ്നങ്ങളെല്ലാം മറികടന്ന് ഇന്ത്യൻ ബാറ്റിംഗിന്റെ നെടും തൂണായി സഞ്ജു ഉയർന്നു വരട്ടെ എന്ന് മാത്രം നമുക്ക് പ്രതീക്ഷിക്കാം.